നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 12, 2026 വ്യാഴം. ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോളറ്റാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെ വീണ്ടും ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അനുഭവപ്പെട്ട ഉയർച്ചയെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 6267.31 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് വീണ്ടും ശക്തമാക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4965.53 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പോർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും തുടർന്ന് തിങ്കളാഴ്ചത്തെ ലോ ലെവലായ 23,697 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടായിട്ട് മാറിയേക്കാം. എന്നാൽ അതേസമയം 23,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടിയാണ്. ഈ ലെവലിൽ നിന്ന് നിഫ്റ്റി ഒരു പക്ഷേ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ തുടർന്നുള്ള നിഫ്റ്റിയുടെ താഴേക്കുള്ള പ്രയാണം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ അതേസമയം ഇന്ന് മാർക്കറ്റിൽ ഒരു റീബൗണ്ട് സാധ്യമാവുകയാണെങ്കിൽ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് മുൻപോട്ടുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. എങ്കിലും ഇന്ന് ക്ലോസിംഗ് ബേസിസിൽ നിഫ്റ്റി ഇവിടെ ക്ലോസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് താനും. 23,800 എന്ന ലെവലിന് താഴെയായിട്ടാണ് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അതൊരു പക്ഷേ നിഫ്റ്റിയെ വീണ്ടും വീക്കൻ ചെയ്യാൻ കാരണമാകും. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. യാതൊരു അയവും വന്നിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നിലവില് കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യയിൽ LPG ഗ്യാസ് സിലിണ്ടറുകളുടെ ക്ഷാമം അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റ് നൽകിയ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2 LNG കാർഗോ ഷിപ്സ് രാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് രാജ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നും ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ഫെബ്രുവരി മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലും മന്ത് ഓൺ മന്ത് ബേസിസിലുമുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിസൾട്ട് ഉണ്ട്. ഇന്നലെ യുഎസിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ 2.4% യുഎസിലെ ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ ബേസിസിൽ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ 2 ഇവന്റുകളാണ് നിലനിൽക്കുന്നത്. അവ രണ്ടും യുഎസിൽ നിന്ന് തന്നെയാണ്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി ജനുവരി മാസത്തെ ഹൗസിംഗ് സ്റ്റാർട്ട്സിന്റെയും ബിൽഡിംഗ് പെർമിറ്റ്സ് ഡാറ്റകളുടെയും റിലീസ് നടക്കാനിരിക്കുന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സുകളിൽ ആകെ ഡോക്ടർ റെഡ്ഡീസ് ADRന് മാത്രമേ ഇന്നലെ 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം വിപ്രോ ADRന് 7%-ലേറെയും ആക്സിസ് ബാങ്ക് ADRന് 4.5%-ലേറെയും HDFC ബാങ്ക് ADRന് 3.25%-ലേറെയും ICICI ബാങ്ക് ADRന് 2.25%-ന്റെയും ഇൻഫോസിസ് ADRന് 1.5%-നടുത്തും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റില് S&P 500ന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നാസ്ഡാക്കിന് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. എങ്കിൽ നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 1%-നടുത്ത് അഥവാ 431 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 1.25%-ലേറെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1%-ന് നഷ്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം അതിശക്തമായ ഉയർച്ച അനുഭവപ്പെട്ടു. തൽഫലമായി ബ്രന്റ് ക്രൂഡിന്റെ വില $98.91 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $93.33 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇന്ന് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില മാർക്കറ്റ് ടൈമിൽ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ പോലെ വിയുടെ വിലയിൽ അതിശക്തമായ ഉയർച്ച തുടരുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ന് കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 0.5%-നടുത്ത് ഇടിവാണ് അനുഭവപ്പെടുന്നത്. $5,156.96 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. സിൽവറിന്റെ വിലയിൽ അതേസമയം 0.19%-ന്റെ നേരിയ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്.
$85.70 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് സിൽവറിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആസ്റ്റർ DM ഹെൽത്ത് കെയർ വരുന്ന 2 വർഷത്തിനുള്ളിൽ 4000 കിടക്കകൾ കൂട്ടിച്ചേർക്കുവാനായിട്ട് 4000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നുള്ള പ്രഖ്യാപനം വന്നു. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ മോഡീസിന്റെ അഭിപ്രായ പ്രകാരം നിലവിൽ എണ്ണവിലയിൽ അനുഭവപ്പെടുന്ന ഉയർച്ചയെ തുടർന്ന് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ മുകളിലുള്ള സമ്മർദ്ദം വർദ്ധിക്കും. IDFC ഫസ്റ്റ് ബാങ്ക് 590 കോടി രൂപയുടെ IDFC ഫസ്റ്റ് ബാങ്കിന്റെ തട്ടിപ്പ് കേസിൽ ഹരിയാനയിലും ഛത്തീസ്ഗഡിലുമായി 19 സ്ഥലങ്ങളിലായിട്ട് ED ഇന്നലെ റെയ്ഡ് നടത്തുകയുണ്ടായി. അശോക് ലൈലാൻഡ് 400 മുതൽ 500 കോടി രൂപ വരെ നിക്ഷേപം നടത്തിക്കൊണ്ട് വൈദ്യുതി ട്രക്കുകൾക്കും ബസ്സുകൾക്കുമായി തമിഴ്നാട്ടിൽ ബാറ്ററി പ്ലാന്റ് സ്ഥാപിക്കുവാൻ കമ്പനി നിർമ്മാണം തുടങ്ങുന്നു. സെഡ്കോ ഓട്ടോമോട്ടീവ് ജലനിയമം ലംഘിച്ചതിന്റെ പേരിൽ ഗുജറാത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് കമ്പനിയുടെ കാലോൽ പ്ലാന്റ് അടച്ചുപൂട്ടുകയുണ്ടായി. ACME സോളാർ ഹോൾഡിംഗ്സ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ACME സൂര്യോദയ് പ്രൈവറ്റ് ലിമിറ്റഡ് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ 19 മെഗാവാട്ട് ശേഷി കൂട്ടിച്ചേർത്തുകൊണ്ട് 3ാം ഘട്ടം കമ്മീഷൻ ചെയ്യുകയുണ്ടായി. REC ലിമിറ്റഡ് ഇൻട്രീം ഡിവിഡന്റുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി മാർച്ച് 16 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.